പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ കുറഞ്ഞത് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളും ചില ആയത്തുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. സ്വഹാബിമാരിൽ ചില ആളുകൾ മുത്തുനബിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നബിയെ, ദുൽഹിജ്ജ മാസം വരുമ്പോൾ എന്താണ് ഞങ്ങൾ പറയേണ്ടത്? ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ, രക്ഷ കിട്ടാൻ ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ശൈത്വാന്റെ ശർറിനെ തൊട്ട് രക്ഷ കിട്ടാൻ, കടങ്ങൾ മാറാൻ ഈ ഒരു ആയത്ത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാനൊക്കെ ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ഈ ദുൽഹിജ്ജ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസത്തിന് 1000 ദിവസത്തിൻ്റെ കൂലി കിട്ടുമെന്ന, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 to 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല ഒരു ദിവസത്തിൻ്റെ അമൽ 1000 ദിവസം ചെയ്യുന്ന അമല് പോലെ പടച്ചവൻ സ്വീകരിക്കുമെന്നാണ്. ഉലമാക്കൾ എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിൽ ഓതണമെന്ന് പറയാനുള്ള കാരണം, പരിശുദ്ധമായ ദുൽഹിജ്ജ 1 മുതൽ 30 വരെ നമ്മൾ ചൊല്ലേണ്ടതും അറിയേണ്ടതുമായ ഒരു കൂട്ടം ആയത്തുകളും സൂറത്തുകളുമാണ് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമുക്കും എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ നമുക്ക് 1 മുതലേ തുടങ്ങാം. ദുൽഹിജ്ജ മാസത്തിൻ്റെ 1, 2, 3, 4, 5 തുടങ്ങി ദുൽഹിജ്ജ 10 കഴിഞ്ഞ് 11ഉം 12ഉം കഴിഞ്ഞ് ദുൽഹിജ്ജ 30 വരെ, അല്ലെങ്കിൽ 29 ആണെങ്കിൽ 29, 30 വരെ നമുക്ക് ഈ മാസം മുഴുവനും ചൊല്ലാൻ പറ്റിയ ചില സൂറത്തുകൾ, അതുപോലെ ആയത്തുകൾ, അതുപോലെ തന്നെ സ്വലാത്തുകൾ, ആ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദമായിട്ട് പറയേണ്ടത്. ഈ വിശുദ്ധമായ യുദ്ധം ഹറാമാക്കപ്പെട്ട, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഈ ദുൽഹിജ്ജ മാസത്തിൽ ഹാജിമാരെല്ലാവരും അവരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ശുദ്ധ ഹൃദയത്തോടെ ശുദ്ധമായ ശരീരത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ നാട്ടിലുള്ളവർ നമ്മളും എന്താവണം? നല്ല ഹൃദയമുള്ളവരും നല്ല ശാരീരിക ശുദ്ധിയുള്ളവരുമായി മാറണം. അതിനെന്താ ചെയ്യേണ്ടത്? ചില ആയത്തുകളും ചില സൂറത്തുകളും പറഞ്ഞാൽ, അത് നിത്യമാക്കിയാൽ, ദുൽഹിജ്ജ മാസം മുഴുവനായും അത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കും അത്തരത്തിൽ വലിയ ശുദ്ധ ഹൃദയരും ശുദ്ധ പ്രകൃതിയുള്ളവരുമായി മാറാൻ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം, ഈ ദുൽഹിജ്ജ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒരു ദിവസത്തിന് തന്നെ 1000 ദിവസത്തിൻ്റെ കൂലി കിട്ടുമെന്ന, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 to 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല ഒരു ദിവസത്തിൻ്റെ അമൽ 1000 ദിവസം ചെയ്യുന്ന അമല് പോലെ പടച്ചവൻ സ്വീകരിക്കുമെന്നാണ്. അക്സിറു സവാബ, പ്രതിഫലം ധാരാളമാണ്. അത് എത്രയാണ്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്ന ഓരോ അമല്, ചെറിയതാവട്ടെ വലുതാവട്ടെ, എല്ലാ അമലുകൾക്കും അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു മാസമാണ് ഈ മാസം. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഉസ്താദെ ഏത് സൂറത്താണ്, ഏത് ആയത്താണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ, ഉമ്മമാര് പല കമൻറ്റുകളുമായി വരാറുണ്ട്. ഏതാണ് ചൊല്ലേണ്ടത്, ഏതാണ് പറയേണ്ടത് എന്ന് ചോദിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യമായി പറയട്ടെ, നമ്മൾ ഏറ്റവും കൂടുതലായി ഈ ഒരു മാസത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, 10 വരെയുള്ള ദിവസങ്ങളിൽ, അതല്ലാത്ത ദിവസങ്ങളിൽ 30 വരെയും നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നൽകുന്ന ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ചെറിയൊരു സൂറത്താണ്.
ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നാണ്. ഒരു മനുഷ്യൻ ഈ ചെറിയ സൂറത്തിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സൂറത്തിനോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാനും ഈ സൂറത്ത് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഇവനെ കൂട്ടുകാരനാക്കുകയും ചെയ്യുമെന്നും നമുക്ക് ഹദീസിൻ്റെ ആശയത്തിൽ മനസ്സിലാകുന്നതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് പരാതി പറഞ്ഞു മുത്തു നബിയോട്, നബിയെ, ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറയുകയാണ്, മൂപ്പര് എപ്പോൾ ഇമാമത്ത് നിന്നാലും സൂറത്തുൽ ഇഖ്ലാസ് എന്ന ആ ചെറിയ സൂറത്ത് മാത്രമേ ഓതാറുള്ളൂ, ഫാത്തിഹയ്ക്ക് ശേഷം എപ്പോഴും ഈ ചെറിയ സൂറത്ത്, വേറെ സൂറത്തൊന്നും ഓതാറില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ ഈ സൂറത്തുൽ ഇഖ്ലാസിനോട് ഇത്രയൊരു മഹബത്ത്, ഇതിനെ മാത്രം എന്താ ഓതാൻ കാരണം? നബിയെ, എനിക്ക് ഈ സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്, എന്തെന്ന് അറിയില്ല, വലിയ ഒരു മുഹബത്താണ് ഈ സൂറത്തിനോട്, എപ്പോഴും എൻ്റെ നാവിൽ ഈ സൂറത്താണ് വരിക നബിയെ. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നീ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും, ഈ സൂറത്ത് നിന്നെ നാളെ സ്വർഗത്തിൽ കൂട്ടുകാരനാക്കി കൊണ്ടുപോകും, കൂട്ടുകാരനായി വരും, ഈ സൂറത്ത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഫതുഹുൽ മുഈനിൽ കാണാം, ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് പണിതു വെക്കുമെന്നാണ്. ഇയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തആല പണിതു വെക്കും ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമാണ്. ദുൽഹിജ്ജ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഓതിയാൽ വലിയ കൂലി കിട്ടുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് മുതൽ, ഈ ഒരു വീഡിയോ കാണുന്ന ഈ സമയം മുതൽ നമ്മൾ ഒരു ദിവസം 200 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ സന്നദ്ധരായാൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ഏതാ സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു 6 സെക്കൻഡ് മതി നമുക്ക് ഒരു സൂറത്തുൽ ഇഖ്ലാസ് നല്ലതുപോലെ ഓതി തീർക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ പോലും വേണ്ട സൂറത്തുൽ ഇഖ്ലാസ് ഒരു 200 പ്രാവശ്യം നമുക്ക് ഓതാൻ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ആ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതി തീർത്താലും മതി. പിന്നെ ഒളു വേണമെന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ വലിയ വിശുദ്ധിക്കാരായ ആളുകൾ, മെൻസസായ ഉമ്മമാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോഴും ഈ സൂറത്ത് ഓതാവുന്നതാണ്. പിന്നെ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതൽ പ്രത്യേകം ഖൈറാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുമെന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ വ്യക്തമായി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ ഈ മാസത്തിൽ, പ്രത്യേകിച്ച് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഓതിയാൽ പ്രതിഫലമുണ്ട് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ഇതിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന 2ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യമെന്ന് അല്ലാഹു തആല സത്യമിട്ട് പറയുന്നുണ്ട്. ഈ സത്യമിട്ട് പറയുന്ന ഈ 10 രാവുകൾ അത് ഉലമാക്കൾ, ഭൂരിഭാഗം ഉലമാക്കളും ഏകോപിച്ചിരിക്കുന്നു. അത് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്, 1 മുതൽ 10 വരെയുള്ള രാവുകളാണ്. അല്ലാഹു തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ആ ആയത്ത് ഉള്ളതുകൊണ്ട് ഈ സൂറത്തിന് വളരെ ശ്രേഷ്ഠത ഏറുകയാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഓതാം. ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما
അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം തന്നെ വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു ഓരോ കാര്യത്തെ സത്യമിട്ട് പറയുകയാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിവസം ഏതൊക്കെയാ? അത് നമ്മളിപ്പോൾ പറഞ്ഞ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസം തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഇട്ട് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളുണ്ട്. ആദ് സമുദായം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് സമുദായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? അങ്ങനെ അതുപോലെ സമൂദ് ഗോത്രം, അവരെയൊക്കെ നശിപ്പിച്ച ആ നശിപ്പിക്കലിൻ്റെ കോലത്തെപ്പറ്റി അള്ളാഹു തആല സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു തആല പറയുന്നത് ആ പരലോകത്ത്, ആഖിറ ലോകത്ത് മനുഷ്യരെ എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയമാണ്. വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയം മലക്കുകൾ എല്ലാവരും ഇങ്ങനെ സൊഫായി നിൽക്കും. ആ സമയത്ത് ആ മനുഷ്യൻ്റെ വിചാരണ തുടങ്ങുമ്പോൾ അവൻ ചിന്തിക്കും, അല്ലാഹുവേ, ഞാൻ ദുന്യാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഒരു നന്മയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഈ ദുൽഹിജ്ജ മാസത്തെ ഒന്ന് ആദരിച്ചിരുന്നെങ്കിൽ, ബഹുമാനിച്ചിരുന്നെങ്കിൽ. പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ മലക്കുകൾ വരുമ്പോൾ അവനിക്ക് ഭയങ്കര ബേജാറാണ്, ഒരുപാട് പ്രയാസത്തിലായിരിക്കും. ഒരാൾ മരിക്കുമ്പോൾ 3 പ്രയാസങ്ങളാണെന്നാണ്. ഒന്ന്, മലക്കുൽ മൗത്തിനെ കാണുന്ന പേടി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകരമായ കോലത്തിലും രൂപത്തിലുമാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ആ ഒരു പേടിയിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കും. രണ്ടാമത്തേത്, ഇനി പോകുന്നത് ഏത് ലോകത്തേക്കാണ്? ഖബറാകുന്ന ലോകമാണ്, മഹ്ശറയാണ്. ഒന്നും ഒരു പിടിയുമില്ല. അവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ ഒരു പിടിയുമില്ല. അത് രണ്ടാമത്തെ പ്രയാസം. മൂന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഭാര്യയുടെയൊക്കെ രൂപത്തിൽ ആര് വരും? ശൈത്താൻ വരും. ശൈത്താൻ വന്നിട്ട് പറയും, ഞാൻ നിന്റെ ഉമ്മയാൻ, ഞാൻ നിന്റെ വാപ്പയാൻ, എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, ഞാൻ ഈ വെള്ളം നിനക്ക് തരാം. പക്ഷെ നീ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാ. അത് പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ നീ പറയാൻ പാടില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ല എന്ന് നീ പറഞ്ഞാൽ നിനക്ക് ഈ വെള്ളം തരാം. ഈമാൻ ദുർബലപ്പെട്ടു പോയ ഒരുപാട് പേര് അത് പറഞ്ഞ് അവസാനം ചത്തുപോകുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുഅ്മിനായ മനുഷ്യൻ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് വലിയ ബേജാറിൽ കഴിയുമ്പോൾ മലക്കുകൾ പറയും, അവൻ്റെ അടുക്കൽ പറയും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏറ്റവും അവസാനത്തെ ആയത്താണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ഇർജിഇ, നീ മടങ്ങിപ്പോവുക. ഇലാ റബ്ബിക റാദിയതൻ മർദിയ,
നീ രക്ഷപ്പെട്ടു, നീ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിച്ചവനാൻ, ബഹുമാനിച്ചവനാൻ. അതുകൊണ്ട് നീ ഒരു പ്രയാസവും പെടേണ്ട, ഒരു പ്രയാസത്തിനും അകപ്പെടേണ്ട. നിന്റെ രക്ഷിതാവ് നിന്നെ കാത്തിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് സുഖമാണ്, സന്തോഷമാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ നല്ല ആളുകളുടെ കൂടെ നീ ചേരുന്നതാണ്, നീ സ്വർഗത്തിലേക്ക് കടക്കുന്നതാണെന്ന മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഞാനിങ്ങനെ പതുക്കെ ഓതിയപ്പോൾ ഒരുപാടുണ്ട് എന്ന് തോന്നുമെങ്കിലും നമ്മൾ സ്പീഡിൽ നല്ല രൂപത്തിൽ ഓതുമ്പോൾ കുറച്ചേ ഓതാനുള്ളൂ. അതുകൊണ്ട് 30 ആയത്തുള്ള ഈ സൂറത്തുൽ ഫജ്ർ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 30 വരെ ഓതാൻ പറ്റിയാൽ ഖൈറാൻ. മാക്സിമം 1 മുതൽ 10 വരെയുള്ള രാവിൽ നമ്മൾ എന്ത് ചെയ്യുക, മുടങ്ങാതെ മറക്കാതെ ഓതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതുപോലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ പഠിക്കുന്നവരാണ്. ഈ പഠനത്തിൽ മികവുണ്ടാകുന്നതിനും ഓർമ്മശക്തി ഉണ്ടാകുന്നതിനും ഒരു സൂറത്താണ് സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റകല്ലദീ അൻകല ളഹ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇതൊക്കെ ഓതൽ സുന്നത്താണ്. ഇത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ മുഈനിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നതാണ്. പിന്നെ സൂറത്തു യാസീൻ ഉണ്ട്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദഹർ, സൂറത്തുൽ ഇൻസാൻ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ. ഇങ്ങനെ അറിയാവുന്ന സൂറത്തുകൾ, ഓതാൻ പറ്റുന്ന സൂറത്തുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകും, യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഓതേണ്ട സൂറത്തുകൾ. ഇനി ഓതേണ്ട ആയത്തുകൾ ഏതൊക്കെ? പ്രത്യേകം നമ്മൾ ഓതേണ്ട ആയത്തുകൾ. ഒരായത്ത് അത് സൂറത്തു യാസീനിൽ നമ്മൾ ഓതുന്ന ഒരായത്താണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ, രക്ഷ കിട്ടാൻ ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ശൈത്വാന്റെ ശർറിനെ തൊട്ട് രക്ഷ കിട്ടാൻ, കടങ്ങൾ മാറാൻ ഈ ഒരു ആയത്ത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാനൊക്കെ ഈ ഒരു ആയത്ത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് കണ്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം വെച്ച് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരായത്താണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബിയുടെ ദുആയാണ്. ഈ ഒരു ആയത്തും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ഒരു മാസത്തിൽ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി അല്ലെ, ആയത്തുൽ കുർസി നമുക്കറിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഈ ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും അറിയാം. ആയത്തുൽ കുർസി എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ അവനും സ്വർഗവും തമ്മിൽ ഇനി മരണം മാത്രമേ മറയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്. ആയത്തുൽ കുർസി എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഓതുന്നവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പോൾ ആയത്തുൽ കുർസി നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഇതും നമ്മൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം നെഞ്ചിൽ വെച്ചിട്ട് ഈ ആയത്ത് ഓതിയാൽ അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമെന്ന് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം വരെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുമെന്നാണ്. അടുത്ത നിസ്കാരം വരെ അവൻ്റെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുമെന്നാണ്. മാത്രമല്ല സൂഉൽ ഖാത്തിമ മോശപ്പെട്ട മരണത്തെ തൊട്ട് അള്ളാഹു തആല അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. മോശപ്പെട്ട അന്ത്യം, ചത്തുപോകുക എന്ന് നമ്മൾ പറയൂലേ, മോശപ്പെട്ട അന്ത്യം. ചില ആളുകളുണ്ട് കള്ളു കുടിച്ച് മരിക്കും, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കും. അതൊന്നുമില്ലാതിരിക്കാൻ, നല്ല മരണം കിട്ടാൻ, നല്ല ആളുകൾക്കിടയിൽ വെച്ച് നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുമ്പോൾ,
നല്ല രൂപത്തിൽ മരണപ്പെടാൻ ഈ ആയത്ത് നമ്മളെ സഹായിക്കും. എല്ലാ നിസ്കാരത്തിന് ശേഷവും കഴിയുന്ന രൂപത്തിൽ ഈ 2 ആയത്ത് ഓതുക. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ആയത്തുണ്ട്. അത് സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്ത്, ഇച്ചിരി ദീർഘമുള്ള ആയത്താണ്. ആ ആയത്ത് അറിയാവുന്നവർക്ക് ഓതാം, ഇല്ലാത്തവർക്ക് ഖുർആൻ നോക്കിയാണെങ്കിലും സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ഒരായത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ഒരു ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ ആമന റസൂലു നമ്മളൊക്കെ ഓതുന്നതാണ്. ആമന റസൂലു, ആ ആമന റസൂലു നമുക്ക് ഓതാവുന്നതാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സൂറത്തുകളുടെ കാര്യം പറഞ്ഞു, ആയത്തുകളുടെ കാര്യം പറഞ്ഞു. ഇനി പറയാനുള്ളത് സ്വലാത്തുകളുടെ കാര്യമാണ്. ഏത് സ്വലാത്താണ് ഉസ്താദേ ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ടത്? ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ്. ഏത് സ്വലാത്ത്? ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് പറയാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം, ഇതൊരു സ്വലാത്താണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, ആ ഒരു സ്വലാത്ത്. അതുപോലെ തന്നെ സ്വലാത്തു താജു സ്വലാത്ത്, അതുപോലെ തന്നെ നാരിയത്തു സ്വലാത്ത്. പിന്നെയുള്ള ഒരു സ്വലാത്ത് തിബ്ബു സ്വലാത്താണ്. ഈ തിബ്ബു സ്വലാത്ത് ചൊല്ലിയാൽ രോഗങ്ങൾ മാറാൻ, കണ്ണേറ് മാറാൻ, കൊതിയെ തൊട്ട്, ചെറിയ കുട്ടികൾക്ക് കൊതി ഉണ്ടാകും, കൊതി കിട്ടും. ചിലപ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ, അവരുടെ ശാരീരിക പ്രകൃതി കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരാണ്, ആ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ പല ആളുകളും ചിലപ്പോൾ ഒന്നും പറയില്ലെങ്കിലും ഒരു കൊതി വിടും. ആ കൊതി ചിലപ്പോൾ ആ കുട്ടികൾക്ക് ഒരു പ്രയാസമായിട്ടുണ്ടാകും. അപ്പോൾ കൊതി മാറാൻ, അതുപോലെ തന്നെ കടങ്ങളെ തൊട്ട് കാവൽ കിട്ടാൻ ഈ തിബ്ബു സ്വലാത്ത് നമ്മൾ പതിവാക്കുക. ഏതാണ് തിബ്ബു സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ തിബ്ബു സ്വലാത്ത് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ തിബ്ബു സ്വലാത്ത് പതിവാക്കുക. ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ്. പിന്നെ ഈ തിബ്ബു സ്വലാത്ത് നമ്മൾ ഈ ഒരു മാസത്തിൽ ചൊല്ലിയാൽ, ആ തിബ്ബു സ്വലാത്ത് ചൊല്ലിയാൽ എന്തൊക്കെ പ്രതിഫലം കിട്ടുമോ അതിൻ്റെ ഇരട്ടിയായിട്ട് അല്ലാഹു തആല പ്രതിഫലം നൽകും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ഏത് ദിക്റാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? സ്വഹാബിമാർ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, ഫമാ നഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കടന്നു വരികയാണല്ലോ, എന്താണ് ഞങ്ങൾ കൂടുതലായി പറയേണ്ടത്? ഖാല, മുത്തായ ഹബീബ് പറയുന്നു, അക്സിറു തക്ബീറ വത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ്, നിങ്ങൾ തക്ബീർ പറയണേ, തസ്ബീഹ് പറയണേ, തഹ്ലീൽ പറയണേ, അതുപോലെ തഹ്മീദ് പറയണേ. ഹംദ് പറയണം, തക്ബീർ പറയണം, തസ്ബീഹ് പറയണം, തഹ്ലീൽ പറയണം. 4 കാര്യം പറയണം. ഈ 4 കാര്യവും ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നാം പറയാൻ പോകുന്നത്. ആ ദിക്റാണ് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കേണ്ടത്. അതായത് ഈ ഒരു ദിക്റാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിൽ പറയുന്നത്. തൊവാഫിൻ്റെ ഇടയിൽ കൂടുതൽ ഹാജിമാര് പറയാൻ ശ്രമിക്കുന്നതും പറയേണ്ടതും, തസ്ബീഹ് നമസ്കാരങ്ങളിൽ നമ്മൾ പറയുന്ന ദിക്ർ, ഉളുഹിയ്യത്ത് മൃഗത്തെ അറുക്കുന്ന സമയത്ത് പറയേണ്ടതും ഈ ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആനി അർബഉൻ, അതായത് ഖുർആനിന് ശേഷം 4 കലിമത്തുകൾ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഖുർആനിൻ്റെ ആയത്തുകൾക്ക് ശേഷം 4 കലിമത്തുകൾ അത് പറയൽ ഏറ്റവും വലിയ ഖൈറാണ്. ഹുന്ന മിനൽ ഖുർആൻ, ആ 4 കലിമത്തുകളും എന്താണ്? ഖുർആനിൽ പെട്ടതാണ്. പിന്നെയോ ഈ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത് പാപമോചനം കിട്ടും, അള്ളാഹുവിൻ്റെ റിള തൃപ്തി ഉണ്ടാകും, പരിശുദ്ധമായ ഖുർആൻ ഓതിയ കൂലി കിട്ടും, ദിക്ർ പറഞ്ഞ കൂലി കിട്ടും, അനുഗ്രഹങ്ങൾ, നമുക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് പോവാൻ, നഷ്ടപ്പെട്ടു പോവാതെ നിലനിന്ന് പോകും. അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങും. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം ഹജ്ജ് ചെയ്യാത്ത നമുക്കും അള്ളാഹു
അള്ളാഹു നൽകുന്നതാണ് തുടങ്ങി 7ഓളം പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിക്ർ പറയുന്ന ഒരു മനുഷ്യന് വെച്ചിട്ടുള്ളത്. ഇനി ഏതാണ് ആ ദിക്ർ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന മനപ്പാഠമുള്ള നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മൾ ആ ഒരു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ്. സംഭവം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ 4 കലിമത്താണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കലിമത്തായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അത് നമ്മൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതാണ് ആ ദിക്ർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 to 30 വരെ, പ്രത്യേകിച്ച് 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ സ്വലാത്തുകൾ, ആയത്തുകൾ, സൂറത്തുകൾ. അല്ലാഹു തആല ഇതെല്ലാം നിത്യമായി കൃത്യമായി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇത്തരം വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വലിയ കൂലി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ശുഹദാക്കളുടെ കൂലി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു, എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളും നല്ല ആബിദീങ്ങളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ ബലിപെരുന്നാൾ ആഗതമാവാൻ പോവുകയാണ്. ഹജ്ജ് മാസമാണല്ലോ. ഈ സമയത്ത് നമ്മളെല്ലാവരും ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ വാങ്ങുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ അത് വാങ്ങിച്ച് അതിനെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സമയമാണ്, സന്ദർഭമാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം മസ്അലകളുണ്ട്, ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതറിയാതെ പോയാൽ വലിയ നഷ്ടമാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുന്നവരും അല്ലെങ്കിൽ ആ ഉദ്ഹിയ്യത്തിൽ ഷെയർ ചേരുന്നവരും ഉദ്ഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ വാങ്ങാൻ പോകുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.